നമ്മുടെ കേന്ദ്ര കായിക മന്ത്രാലയം മുന്നോട്ട് വെച്ച സ്പോർട്സ് പാസ്പോർട്ട് എന്ന് പറയുന്ന സംവിധാനം നടപ്പിലാവുന്ന സമയത്ത് ഒരുപാട് മികച്ച താരങ്ങൾ ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീമിലേക്ക് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അക്കൂട്ടത്തിൽ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് ചർച്ച ചെയ്യുന്ന പേരുകളിൽ ഒന്ന് മൻപ്രീത് സർക്കാരിയുടേതായിരിക്കും. ആള് ഒരു കിടിലൻ സ്ട്രൈക്കറാണ്. സെന്റർ ഫോർവേഡ് എന്ന നിലയിൽ വളരെ മികച്ച പ്രകടനം യൂറോപ്യൻ ക്ലബ്ബുകൾക്ക് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഓസ്ട്രേലിയയിലെ ടോപ്പ് ഡിവിഷൻ ലീഗായിട്ടുള്ള ബുണ്ടസ് ലീഗയിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ടീമായിട്ടുള്ള ഓസ്ട്രിയ വിയന്നയ്ക്ക് വേണ്ടി വളരെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന താരം ടീമിലെ ഏറ്റവും വിലയേറിയ താരങ്ങളിൽ ഒരാൾ കൂടിയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രശ്നം കൂടിയുണ്ട്. പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നതിന് പുറമെ ഓസ്ട്രിയൻ ഫുട്ബോൾ അസോസിയേഷന്റെ NOC കൂടി, നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റും കൂടി വേണം. കാരണം 2023 ആള് ഓസ്ട്രിയയെ റെപ്രസെന്റ് ചെയ്ത് കളിച്ചിട്ടുണ്ടായിരുന്നു. 2023 യൂറോ ക്വാളിഫയറിൽ ബെൽജിയത്തിനെതിരെ മൻപ്രീത് സർക്കാരിയെ കളിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഓൾറെഡി ഓസ്ട്രിയൻ നാഷണൽ ടീം റെപ്രസെന്റേഷൻ ഉള്ളത് കൊണ്ട് ഓസ്ട്രിയൻ ഫുട്ബോൾ അസോസിയേഷന്റെ അല്ലെങ്കിൽ ഓസ്ട്രിയൻ ഫുട്ബോൾ ഫെഡറേഷന്റെ നോൺ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് പുള്ളിയെ കളത്തിലിറക്കാൻ പറ്റത്തുള്ളൂ. റയാൻ വില്യംസിന്റെ കാര്യത്തിലും ഒരു കാലതാമസം നേരിട്ടതിന് കാരണം ഓസ്ട്രേലിയൻ ഫുട്ബോൾ അസോസിയേഷന്റെ നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തതാണ്. വേറെ വഴിയില്ല. ഓൾറെഡി അവർ അവിടുത്തെ നാഷണൽ ടീമിനെ റെപ്രസെന്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വന്ന് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. പക്ഷേ നാഷണൽ ടീം റെപ്രസെന്റേഷൻ ഉള്ളത് കൊണ്ട് ഒരു നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റിന്റെ കാര്യം കൂടി വേണ്ടിവരും. ഏതായാലും മൻപ്രീത് സർക്കാരിയ ഇന്ത്യൻ ഫുട്ബോൾ ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ മുന്നേറ്റം വരെ ഒന്നുകൂടി കൊഴുക്കും. പക്ഷേ സർക്കാരിയെ മാത്രമൊന്നുമല്ല, ഇഷ്ടം പോലെ പ്ലെയേഴ്സ് നമുക്ക് ഓവർസീസിലുണ്ട്. അവരൊക്കെ വന്നു കഴിഞ്ഞാൽ നിലവിൽ ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന ഒറ്റ ഒരെണ്ണത്തിന് പോലും സ്ഥാനം ഉണ്ടായിരിക്കത്തില്ലെന്നുള്ളതാണ് സർപ്രൈസിങ് ഫാക്ട് അല്ലെങ്കിൽ ഫണ്ണി ഫാക്ട്.